മത്താപ്പ് കുറേ ഉണ്ട്. ഗിയർ സ്വിച്ച് ഓൺ ആക്കിയിട്ട് സൈലൻറ്റ് സ്റ്റാർട്ടാണ് കേട്ടോ. ഇത് കൊള്ളാട്ടോ, സ്റ്റഡി ആയിട്ട് ആ വണ്ടി പോകുന്ന പെർഫെക്റ്റ്ലി സ്റ്റേബിളും കൂടി. നല്ല ടൂറിങ് ഓപ്ഷനാണ് കേട്ടോ. 15 km/h ക്ലച്ച് ഇൻപുട്ടോ ആക്സിലേറ്റർ ഇൻപുട്ടോ കൊടുക്കാണ്ട് കയറ്റൊക്കെ കാരണം കണ്ടില്ലേ, അതാണ് GTT. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളിപ്പോൾ ദ ബ്രാൻഡ് ന്യൂ TVS റോണിനാണ് കേട്ടോ. ഒരു അൺസ്ക്രിപ്റ്റഡ് മോട്ടോർ സൈക്കിളാണ്. പ്രത്യേകിച്ച് കാറ്റഗറി, ഏത് കാറ്റഗറിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. TVS ഇത് പ്രത്യേക തരം ഒരു അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാറ്റഗറി മോട്ടോർ സൈക്കിളിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് ബ്രാൻഡ് ന്യൂ 2025 മോഡലാണ്. ഇത് ഫ്രണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് റൗണ്ട് LED ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആ T ഷേപ്പ് DRLs കണ്ടില്ലേ. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കൊടുക്കും, കുറച്ച് ലോങ് ആയിട്ടുള്ള എന്നാൽ യെറ്റ് സ്റ്റൈലിഷ് ആയിട്ടുള്ള 2 ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന സെറ്റപ്പ് നോക്കുക. ആ ഗോൾഡൻ ഫോക്സ് ആണ്, 41mm അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് കേട്ടോ. ഷോവയുടെ ഫോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഷോവ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ എൻഡ് ഷോക്ക് മാനുഫാക്ചറിങ് കമ്പനിയാണ് കേട്ടോ. അവരെ TVS ടൈപ്പ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് സോഫ്റ്റ് സസ്പെൻഷൻ സെറ്റപ്പ് ആണ് കേട്ടോ. റോഡ് നമ്മുടെ കേരള റോഡ് അല്ലെങ്കിൽ ഇന്ത്യത്തെ പൊട്ടിപ്പൊളിഞ്ഞ വഴികളൊക്കെ അബ്സോർബ് ചെയ്തെടുക്കാനുള്ള ഒരു ഫ്രണ്ട് ഫോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക് റോട്ടർ നോക്ക്, 300mm ഡിസ്ക് റോട്ടർ ഫ്രണ്ടിൽ കൊടുത്തേ. ആക്സിയൽ ബ്രേക്സ് ആ ട്വിൻ പിസ്റ്റൺ കാലിപ്പറാണ് കൊടുത്തത്. ഫ്രണ്ടിലത്തെ 17-inch ടയറാണ് കേട്ടോ കൊടുത്തത്. TVS യൂറോഗ്രാഫ് TVS ടയേഴ്സിൻ്റെ എക്സ്പ്ലോർ R എന്നാണ്. എക്സ്പ്ലോർ R, ഓ സെറ്റപ്പ് നോക്കണേ, അത്തരം ഒരു മത്താപ്പ് കൊടുത്തത്. പക്ഷേ റേഡിയൽ ടയർ ഒന്നുമല്ല, ഒരു ഫ്രണ്ടിൽ 110/70 സെക്ഷൻ 17-inch ടയറാണ് കേട്ടോ കൊടുത്തിരിക്കുക. 2+ ടയർ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുക. കൊള്ളാമല്ലേ, കാണാനൊക്കെ കൊള്ളാം. പക്ഷേ ഇതിൻ്റെ ഗ്രിപ്പ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം ഇത് ഡുവൽ പേർപ്പസ് ടയറായിട്ടാണ് കാണുന്നത്. ഡുവൽ പേർപ്പസ് ടയറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിൽ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും, റോഡിലും അതുപോലെ കുഴപ്പമില്ലാണ്ട് ഓടിക്കാൻ പറ്റും. പക്ഷേ എക്സലൻറ്റ് ഗ്രിപ്പ് കിട്ടില്ല. സാധാ റോഡ് ടയർസിൻ്റെ amount ഓഫ് ഗ്രിപ്പ് കിട്ടില്ല കേട്ടോ. കണ്ട ഇതിൻ്റെ നോബീസ് പോലെ ഉണ്ട്, ഗ്യാപ്പ് ഉണ്ട്. ഈ ചെളിയും വെള്ളമൊക്കെ പുഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഗ്രൂസാണ് കൊടുത്തേക്ക്. പക്ഷേ റോഡിൽ അതിൻ്റെ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ അത്രയും മാത്രം ഗ്രിപ്പ് കിട്ടില്ല. ഓടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കണ്ട ഫ്രണ്ടിലും ബാക്കിലും ABS ഉള്ള മോഡൽ. ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിന് ഡുവൽ ചാനൽ ABS പ്രൊവൈഡ് ചെയ്യുക. അതായത് ഫ്രണ്ടിലും ബാക്കിലും ABS. നിങ്ങൾക്ക് ധൈര്യത്തോടെ ഫ്രണ്ട് ബ്രേക്കോ അല്ല റിയർ ബ്രേക്കോ കയറി പിടിച്ചാൽ ഫ്രണ്ട് വീൽ ലോക്കിങ് റിയർ വീൽ ലോക്കിങ്ങുള്ള ഒരു പേടിയും വേണ്ട. പിന്നെ നോക്ക് ബേസിക്, ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് അത്രമാത്രം പെർഫോമൻസ് മോട്ടോർ സൈക്കിളിൽ. അതുകൊണ്ട് റബ്ബർ ലൈൻസ് ആണ്, ബ്രേക്ക് ലൈൻസ് ആണ് റബ്ബറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റബ്ബറിൻ്റെ പ്രശ്നം എന്ന് ഓവർ ടൈം കുറച്ച് എക്സ്പാൻഷൻ വരാം. അതുകൊണ്ട് കുറച്ച് ബ്രേക്ക് ഫീൽ നഷ്ടപ്പെടുന്ന ഇഷ്യൂസൊക്കെ വരാം കേട്ടോ. പക്ഷേ ഇത് പെർഫോമൻസ് മോട്ടോർ സൈക്കിൾ, കമ്മ്യൂട്ടിങ്, എവറി ഡേ യൂസ്, ടൂറിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. പിന്നെ ഇത് ഫ്രണ്ടിൽ നോക്കുക, ഒരു ടോളർ വിൻഷീൽഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിന് വിൻഷീൽഡൊക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ ഞാൻ പറയാം, ഈ പുതിയ മോഡലിൽ കുറച്ചധികം ചേഞ്ചസ് വന്നിട്ടുണ്ടോ. അതിൻ്റെ ലിസ്റ്റ് എനിക്ക് അയച്ചപ്പോൾ കണ്ടപ്പോൾ ഞാൻ ശരിക്കും മനസ്സിലായി. പണ്ട് ഇവിടെ ഒരു എയർ സ്കൂപ്പ് ഉണ്ട്, എയർ ഡക്റ്റ് ഉണ്ടായത്, എയർ ഡക്റ്റ് കവർ ഉണ്ടായത്, അതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റി. പിന്നെ ഈ സൈഡ് കവർ ഉണ്ട്, അതിട്ട് ഇവിടെയും കുറച്ച് ചേഞ്ചസ് TVS കൊണ്ടുവന്നിട്ട്. മാത്രമല്ല ഈ എക്സോസ്റ്റിൻ്റെ ഈ കവർ കണ്ട അവിടെയും ചേഞ്ചസ് കൊണ്ടുവന്നിട്ടോ. കുറച്ച് ഓണേഴ്സിൻ്റെ റിവ്യൂസൊക്കെ എടുത്തിട്ട് അവിടെ ഇൻപുട്സ് ഒക്കെ എടുത്തിട്ട് പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട് കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം അല്ലേ. പിന്നെ ഈ മോട്ടോർ സൈക്കിളിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ കാണുന്ന എഞ്ചിനായിട്ട് ഒരു എയർ ഓയിൽ കൂളർ ഉണ്ടല്ലേ. ഒരു എയർ കൂൾ 225.9 cc എഞ്ചിനാണ്. ഏകദേശം 20 horsepower 19 Nm ഓഫ് ടോക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു സ്ക്വയർ എഞ്ചിനാണ്. ഇതിൻ്റെ ബോർ സൈസും സ്ട്രോക്ക് ലെങ്ത്, അതായത് സിലിണ്ടറിൻ്റെ ഡയമീറ്റർ അതുപോലെ പിസ്റ്റൺ ട്രാവൽ ചെയ്ത ലെങ്ത്ത് സെയിം ആണ്, 66 mm ആണ്. അതിന് സ്ക്വയർ എഞ്ചിൻസ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നല്ല മിഡ് റേഞ്ച് ഉണ്ടാവും, നല്ല സ്മൂത്ത് ആയിരിക്കും, നല്ല ഫ്യൂൽ എക്കോണമി ഉണ്ടാവും കേട്ടോ. അത് ഓടിച്ചിട്ട് ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ വന്നിരിക്കുന്ന ഡിഫറൻസ് സീറ്റാണ്. സീറ്റ് കുറച്ചുകൂടി ലോങ്ങർ ആക്കി, കുറച്ചുകൂടി സോഫ്റ്റ് ആക്കി, കുറച്ചുകൂടി കംഫർട്ടബിൾ സീറ്റ് എന്ന് പറയാൻ ഓടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽ. പിന്നെ റിയർ സെക്ഷൻ നോക്ക്, പണ്ടത്തെ ആ മഡ് ഗാർഡ് മാറ്റിയിട്ട് ഇപ്പോൾ കുറച്ച് മെറ്റലായിട്ടുള്ള കുറച്ച് ഷോർട്ടർ ഒരു സ്ക്രാംബ്ലർ സ്റ്റൈൽ ഓഫ് മഡ് ഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. അത് കൊള്ളാം, മെറ്റൽ മഡ് ഗാർഡാണ് കൊടുത്തത്. പിന്നെ ഒരു പുതിയ ടയർ ഹഗ്ഗറും വന്നിട്ട്, ചെളി അധികം തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ. കൊള്ളാം. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിക്കാൻ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആക്കിയ ഒരു സ്ക്രാംബ്ലർ, റെട്രോ സ്ക്രാമ്പിൾ പോലത്തെ ലുക്സിലും ഇനി പണി തീർക്കാൻ പ്ലാൻ ഇങ്ങനെ ചെയ്തിറക്കാം കേട്ടോ. പിന്നെ ബാക്ക് കണ്ട ഒരു മോണോഷോക്ക് കൊടുത്ത്, അത് ഓൺ ദ സോഫ്റ്റ് സൈഡാണ്. നമ്മുടെ റോഡിലത്തെ മോശമായിട്ടുള്ള ഇംപെർഫെക്ഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കാനുള്ള ഒരു ഷോക്ക് അബ്സോർബറും കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഉണ്ടല്ലേ, റൂട്ട് ചെയ്ത് കണ്ടില്ലേ, ഫ്രം ദ എഞ്ചിൻ സൈഡിൽ കൂടി റൂട്ട് ചെയ്തിട്ട് വന്നേക്കും കേട്ടോ. നല്ല ഗുഡ് സൗണ്ടിങ് ആണ്. TVSൻ്റെ ഓൺ മോട്ടോർ സൈക്കിൾ സൗണ്ട് ഭയങ്കരമായിട്ട് ട്യൂൺ ചെയ്ത് കാണാൻ അത്രമാത്രം സെറ്റപ്പുള്ള എക്സോസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോട്ടോ. കേൾപ്പിച്ചരാം. അതേപോലെ റൈഡർ ഫുഡ് പെക്സ് ഉണ്ട്, അതിനൊക്കെ റബ്ബർ മൗണ്ടിങ് കൊടുത്തിട്ടുണ്ട് ആ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി. ബ്രേക്ക് ലെവലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ പില്ലിയൻ ഫുഡ് റെസ്റ്റ് വരെയും കൊടുത്തിട്ടുണ്ട് ആ റബ്ബർ മൗണ്ടിങ് കൊടുത്ത വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി, ഓവറോൾ ഭയങ്കര സ്മൂത്ത് ആക്കാൻ വേണ്ടി. ഇതൊരു സ്ക്വയർ എഞ്ചിന്, അതുകൊണ്ട് അധികം വൈബ്രേഷൻ ഉണ്ടായില്ല. അതിനൊപ്പം തന്നെ കുറേ അധികം വൈബ്രേഷൻ ഡാമ്പൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മൊത്തം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓടിച്ചിട്ട് പറയട്ടെ അതൊക്കെ ചെയ്തിട്ട് എഫക്റ്റീവ് ആയെന്ന്. പിന്നെ കണ്ടില്ലേ, ഇത് മെഷീൻ്റെ ഫിൻസ് ആണ്. ഇത് എയർ ഓയിൽ കൂൾഡ് അല്ലേ, അതുകൊണ്ട് ഇതിന് എയർ കൂളിങ്ങും വേണം. ഓയിൽ കൂളിംഗ് ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഫിൻസ് കൊടുത്തിരിക്കുക. അതിൻ്റെ ടോപ്പ് പോർഷൻ ഓഫ് ദാറ്റ് ഫിൻസ് കണ്ടില്ലേ, അത് മെഷീൻ്റെ കൂടിയാണ് കേട്ടോ. തിളങ്ങി നിൽക്കുന്നുണ്ടല്ലേ, അലോയ്സിലും കാണാൻ പറ്റും ആ മെഷീൻ്റെ. കൊള്ളാം അല്ലേ.
പക്ഷേ എനിക്ക് ഇഷ്ടം ഫുൾ ബ്ലാക്ക് ഔട്ട് തന്നെയാണ് കേട്ടോ. ഇത്രമാത്രം ഇങ്ങനെ തെറിച്ചിരിക്കുന്ന റിബ്സ് ഒന്നും എനിക്ക് അത്രമാത്രം ഇഷ്ടമല്ല. പിന്നെ എൻ്റെ റിയർ സെറ്റപ്പ് ആണ്, ബാക്കിൽ 240 ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. പിന്നെ എൻഡ്യൂറൻസിൻ്റെ കാലിപ്പേഴ്സ് ആണ് കൊടുത്തത്, ഒരു സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് കൊടുത്തിരിക്കുക. പിന്നെ അതിനൊരു ഗാർഡും കൊടുത്തിട്ടുണ്ട് ടി വി എസ്. ഇതിപ്പോൾ ഈയിടെ ടി വി എസ് മോട്ടോർ സൈക്കിൾസ് കണ്ടുവരുന്ന സാധനം ഇത് കണ്ട ഇങ്ങനെ പൊക്കിയൊക്കെ എടുക്കാൻ പറ്റുന്ന സാധനം, ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ബ്രേക്ക് പാഡിലോട്ടൊന്നും ഡസ്റ്റൊന്നും പെട്ടെന്ന് കയറാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. എന്താണെന്ന് കറക്റ്റ് അറിയില്ല, ഞാൻ വാക്കടുത്ത് ചോദിച്ചിട്ട് മിക്കവർക്കും അറിയില്ല എന്താ സെറ്റപ്പ് എന്ന്. പക്ഷേ എല്ലാ വണ്ടിയിലും കണ്ടുവരുന്നത് ഡേർട്ട് കയറാണ്ടിരിക്കാനാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? കമൻറ്റ് ഡൗൺ ബിലോ. ഇത് എന്തിനുള്ള സാധനം ശരിക്കും? പിന്നെ ടെയിൽ സെക്ഷൻ മാറിയപ്പോൾ കൊള്ളാട്ടോ. ഇത് കുറച്ച് സ്ക്രാമ്പിൾ സ്റ്റാക്ക്, കുറച്ചുകൂടി റെട്രോ റെട്രോ സെറ്റപ്പ് ഇത്ത ഒരു ടെയിൽ സെക്ഷനായി ഇതൊക്കെ റിമൂവ് ചെയ്തതിനെ കുറച്ചുകൂടി ലുക്കാക്കി എടുക്കാൻ പറ്റുമോ. ഈ ഗ്രാബ് റെയിലും മാറ്റി കുറച്ചും കൂടി ഡയമീറ്റർ തിക്കറായിട്ടുള്ള മെറ്റലുള്ള പില്ലിയൻ ഗ്രാബ് റെയിലും കൊടുത്തിട്ടുണ്ട്. സാരി കാർഡൊക്കെ കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം, അതൊക്കെ കൂരിയെടുത്ത് കളയാം. പിന്നെ ബാക്കി കണ്ടൊരു 130 സെക്ഷൻ ടയറാണ് കൊടുത്തത്. ടി വി എസ് ടയേഴ്സിൻ്റെ മെയ്ഡ് ഇൻ ഇന്ത്യ ടയേഴ്സ് 2+ 130 സെക്ഷൻ ടയേഴ്സാണ് കൊടുത്തത്. അതും റേഡിയൽ ടയർ കേട്ടോ, അതും റേഡിയൽ ടയർ അല്ല കേട്ടോ, 17 ഇഞ്ചാണ് 2+, പക്ഷേ റേഡിയൽ അല്ല. പിന്നെ എൻ്റെ ഗിയർ ബോക്സ് സ്മൂത്ത് ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ബോക്സാണ് കൊടുത്തത്. ഒരു 5 സ്പീഡ് ഗിയർ ബോക്സാണ് കൊടുത്തത്. ഷോർട്ട് ഗിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ഹയർ ഗിയേഴ്സ് ഇട്ടിട്ട് സുഖസുന്ദരമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അത് ഞാൻ റൈഡ് ഡീറ്റെയിൽസ് കാണിച്ചു. പിന്നെ കുറച്ച് മത്താപ്പും ടി വി എസ് കൊടുത്തിട്ട് ഗ്ലൈഡ് ത്രൂ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ മത്താപ്പൊക്കെ ഉണ്ട്. അത് ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഹൈ എൻഡ് വേരിയൻ്റ്, അതുകൊണ്ട് തന്നെ USB ചാർജിങ് കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് A പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൊള്ളാം. അഡ്ജസ്റ്റബിൾ ലെവേഴ്സ് കൊടുത്ത് ക്ലച്ച് ആൻഡ് ദ ബ്രേക്ക് ലെവർ അഡ്ജസ്റ്റബിളാണ്. നമ്മൾ മിക്കവാറും ഫിംഗർ റീച്ച് ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചിലവർ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇവിടെ ഒന്ന് മുട്ടാറുണ്ടെന്ന് പറയില്ലേ, അത് മാറ്റാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇപ്പോൾ മുട്ടില്ല, കണ്ടില്ലേ. അങ്ങനെ 2 ഫിംഗർ ടെക്നിക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചില മാസ്റ്റർ സിലിണ്ടേഴ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ലെവേഴ്സ് ഭയങ്കര ക്ലോസ് ടു ആയിട്ട് വെച്ചാൽ, അപ്പോൾ ലോങ്ങർ റീച്ചുള്ള കുറച്ച് ബിഗർ സൈസ് ആൾക്കാരൊക്കെ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ 2 ഫിംഗേഴ്സിൻ്റെ ഇടയിൽ വന്ന് മുട്ടും. അത് വരാണ്ടിരിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ റീച്ചിനൊക്കെ വേണ്ടി നമ്മുടെ ഫിംഗർ റീച്ചിന് വേണ്ടിയൊക്കെ പ്രോപ്പർലി അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ സ്വിച്ച് ക്യൂബ് സ്വിച്ച് ഗിയേഴ്സിൻ്റെയൊക്കെ ക്വാളിറ്റിയാണ് ഓവറോൾ കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ് ആയെന്ന് തോന്നുന്നുണ്ട്. കണ്ടിട്ട് മച്ച് ബെറ്റർ. എന്നാൽ അത്ര ഹൈ എൻഡ് സാധനം, പക്ഷേ ഫോർ ദ പ്രൈസ് കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന 1.35 lakhs എക്സ്ഷോറൂമിനാണ്. ആ പ്രൈസ് റേഞ്ചിൽ ഈ ക്വാളിറ്റി കൊള്ളാട്ടോ. മാത്രമല്ല എൻ്റെ ഹാൻഡിൽ ബാർ ഉണ്ട്, ഇവിടെ 28 mm, ഇങ്ങോട്ട് 22 mm ആണ്. മിക്കതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈവൻലി ആയിട്ടാണ് ആ ട്രാൻസിഷൻ ചെയ്തത് 28 നിന്ന് 22 ഇത് കണ്ട് ഇവിടം വരെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് വേറെ 22 വെച്ച പോലെ ഉണ്ട് കേട്ടോ. അത് മാത്രത്തെ സെറ്റപ്പായാലും കുറച്ചുകൂടി മര്യാദക്ക് വെച്ചെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ എന്നാലും 1.35 lakhs സ്റ്റാർട്ട് ചെയ്യുന്ന മോട്ടോർ സൈക്കിളിന് ഇത്രയും മാത്രം സെറ്റപ്പ് കൊടുത്താൽ കൊള്ളാം. പിന്നെ ദേ ഇതിൻ്റെ നോക്ക്, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്ക്, ഒരു ഓഫ് സെറ്റ് ആയിട്ടുള്ള സിംഗിൾ പോർട്ട് സെറ്റപ്പ് കൊടുത്ത് സ്ക്രാംബ്ലർ സ്റ്റൈലായിട്ടുള്ള സാധനമുണ്ട് കൊടുത്ത്, ടാക്കോമീറ്ററിൻ്റെ ആവശ്യത്തിലുള്ള എല്ലാ സാധനവും കൊടുത്തിട്ട് 2 മോഡുണ്ട് കേട്ടോ. ഈ മോഡ് ബട്ടൺ വെച്ച് നീക്കി കഴിഞ്ഞാൽ നമുക്ക് റെയിനും എർബും മോഡും ഉണ്ട് കേട്ടോ. കൊള്ളാമല്ലേ. പിന്നെ ഗിയർ പോഷൻ ഇൻഡിക്കേറ്ററിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ, അങ്ങനത്തെ മത്താപ്പ് നോട്ടിഫിക്കേഷൻ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പാസ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, കൊള്ളാം. മിറേഴ്സ് ആണെങ്കിൽ കൊള്ളാം, ഒരു റെട്രോ തീമായിട്ടുള്ള മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, ലുക്കിംഗ് ഗുഡ്. അതൊക്കെ കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. പിന്നെ E20 കംപ്ലയൻ്റ് ആണ്, സീനൊന്നുമില്ല. ഒന്ന് ഇരുന്നും കൂടി കാണിച്ചു തരാം. പിന്നെ സീറ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 795 mm കേട്ടോ. ഞാൻ അതേ 5 foot 8, എനിക്ക് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം, ഒരു സീനില്ലാണ്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് താഴ്ന്നിരിക്കുന്ന മോട്ടോർ സൈക്കിൾ പോലെയാണ്. ഇതിൻ്റെ ടാങ്ക് അടിയിൽ ഒരു 14 ലിറ്റർ ഫ്യൂൾ ടാങ്ക് കൊടുത്ത് E20 കംപ്ലയൻ്റ് ആണ് കേട്ടോ. എത്രയോളം 20 ഇട്ട് നിങ്ങൾക്ക് പെട്രോളൊക്കെ അടിച്ച് പുതിയ ഇറങ്ങാൻ പോലെ പെട്രോളൊക്കെ ഇട്ട് അടിച്ച് നിങ്ങൾക്ക് ഓടി നടക്കാൻ പറ്റും. ഒരു യാതൊരു പ്രശ്നമോ എഞ്ചിന് പ്രശ്നമോ അതുപോലെ ഫ്യൂൽ ലൈൻസൊന്നും പ്രശ്നമൊന്നും പേടിക്കേണ്ട, ഫ്യൂൽ പമ്പിനൊന്നും പ്രശ്നം പേടിക്കാണ്ട് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എന്ത് കൊള്ളാട്ടെ. പിന്നെ എർഗണോമിക്സ് ഒക്കെ ഞാൻ അപ്രൈറ്റായിട്ടിരിക്കുന്ന ഫുഡ് പെഗ് നോക്ക്, ഫ്രണ്ടിലോട്ടാണ് ചെയ്യുക. നമ്മൾ സീൻ്റെ അടിയിൽ ഫ്രണ്ടിലോട്ടാണ് ഫോർവേഡ് ബേസ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ കംഫർട്ടബിൾ എങ്ങനെ നമുക്ക് കസേരയിലിരിക്കുന്ന ആ സെറ്റപ്പിൽ ഇന്ന് ഓടിച്ചിട്ട് കണ്ട എൽബോസ് ചെറിയൊരു ബെൻഡും കൊടുത്തിട്ടുണ്ട്. ടൂറിങ് സിറ്റി യൂസ് എവറി ഡേ യൂസിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു ടൈമർ ഉണ്ട് കണ്ട, 1 മണിക്കൂറായി ഞാൻ വണ്ടിയായിട്ട് കറങ്ങി നടക്കുന്നത്. അത് ഓർമ്മിക്കുന്നത് തിരിച്ചു കൊണ്ടേ കൊടുക്കാൻ സമയം കേട്ടോ. കൊള്ളാം. ബ്രേക്സൊക്കെ കൊള്ളാം കേട്ടോ. എക്സോസ്റ്റ് നോട്ട് ഞാൻ പറഞ്ഞ ഹൈലൈറ്റ് കേട്ടോ. സിംഗിൾ സിലിണ്ടറിൽ ഈ TVS നല്ല രീതിയിൽ എക്സോസ്റ്റ് നോട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കമ്പനിയാണ്. സൈലൻസ് സ്റ്റാർട്ട് കണ്ട, അതൊന്നും കൂടി കാണിച്ചാൽ ഞാൻ പറഞ്ഞു മത്താപ്പ് കുറേ ഉണ്ട്. ഗിയർ സ്വിച്ച് ഓണാക്കിയിട്ട് സൈലൻസ് സ്റ്റാർട്ടാണ്. എങ്ങനെ ഇരിക്കണേ. എന്ത് റിഫൈൻഡ്, ഒരു വൈബ്രേഷൻ ഇല്ലല്ലോ. ഒന്ന് ഹയർ റബ് ചെയ്യുമ്പോഴേക്കും ഇവിടെ കുറച്ച് വൈബ്രേഷൻ, സീറ്റിൽ ചെറിയ വൈബ്രേഷൻ ഫീൽ ചെയ്യട്ടാണ്. പക്ഷെ ബാറിനിലൊക്കെ വൈബ്രേഷൻ ഭയങ്കര കൺട്രോൾഡാണ്. ഏറ്റവും ഷാർപ്പസ്റ്റ് ആയിട്ടുള്ള ത്രോട്ടിൽ കൺട്രോൾ, ആ ത്രോട്ടിൽ റെസ്പോൺസ് ഒന്നുമല്ല കേട്ടോ. പക്ഷെ എന്നാലും വെരി ഡാം സ്മൂത്താണ്.
കൊള്ളാലേ കേൾക്കാൻ. ആ ബേസിയാണ്, ക്രിസ്പുമാണ്, അധികം വൈബ്രേഷനും ഇല്ലാത്ത എഞ്ചിനായി. കൊള്ളാം. അപ്പോൾ റോണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.35 lakhs. പക്ഷേ ഈ വേരിയൻ്റെ കോസ്റ്റ് വരുന്നത് ടോപ്പ് എൻഡ് വേരിയൻ വിത്ത് ഡുവൽ ചാനൽ ABS, ഈ മത്താപ്പ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1.73 lakhs ഷോറൂമാണ് കേട്ടോ. പ്രൈസ് കുറച്ച് കൂടുതൽ കമ്പയർ ടു ദ ബേസ് വേരിയൻ, കുറച്ച് കൂടുതൽ പ്രൈസ്. പക്ഷേ എന്നാലും സ്റ്റിൽ വർത്ത് ഇറ്റ് ആണോ? നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഇട്ടോ, ഒന്ന് ഓടിച്ചിട്ട് വന്നിട്ട് ഞാൻ കൺഫേം ചെയ്ത് പറയാം. ലെറ്റ്സ് ഗോ. സോ എല്ലാവരും ചോദിച്ചതാ ദ TVS റോണിൻ. നമ്മൾ ബ്രാൻഡ് ന്യൂ മോഡലുണ്ട് കേട്ടോ, പഴയ മോഡലൊന്നും കൊണ്ടുവന്നില്ല, പുതിയ 2025 മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡുവൽ ചാനൽ ABSഉം കൊള്ളാം. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഡുവൽ ചാനൽ ABS വേരിയൻ്റാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. കൊള്ളാട്ടോ, നല്ലൊരു മോട്ടോർ സൈക്കിള്. എന്ത് സ്മൂത്ത് റിഫൈൻഡ് എഞ്ചിനാ, ഒഴുകിയാണ് പോകുന്നത്. പെട്രോൾ ഒട്ടുമില്ലെന്ന് തോന്നുന്നു. കുറച്ച് ഓടി നോക്കിയാൽ ഡിസ്റ്റൻസ് എം ടി 0 ശരിയാ, റോഡിൽ കിടക്കുമോ? പരീക്ഷണം ടെസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ഫ്യൂൽ എക്കോണമി കേട്ടോ. സിറ്റി തന്നെ ഒരു 30-35 കിട്ടും, ഹൈവേയിൽ ഒരു 40 കിട്ടും. മര്യാദക്ക് ഓടിച്ചാൽ 5 സ്പീഡ് ഗിയർ ബോക്സാ, ഒഴുകിയാണ് പോകുന്ന വണ്ടി. ഈ വണ്ടിയുടെ എല്ലാ കാര്യവും ഭയങ്കര സ്മൂത്താണ്. ക്ലച്ച് എന്ന് പറഞ്ഞാൽ പഴം പോലത്തെ ക്ലച്ചാണ്, ലൈറ്റ് ക്ലച്ചാണ്. ഇതിൻ്റെ ഗിയർ ബോക്സ് ഒഴുകുന്ന ഗിയർ ബോക്സാണ്. എന്ത് മത്താപ്പ ഇവർ ചെയ്തതെന്നറിയില്ല. TVSൻ്റെ എഞ്ചിനീയർ ഇത്രയും അടിപൊളി ഗിയർ ബോക്സ് അവർക്കുണ്ട്, ഇത്രയും സ്മൂത്ത് ടൂറിങ്ങിന് കേട്ടോ. ഒരു സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ്, ശാന്തനായിട്ട് ഓടിക്കാനുള്ള ഒരു ഗിയർ ബോക്സാണ്. മാത്രം ഷോർട്ട് ഗിയർ ത്രൂ ഔട്ട് കൊടുത്തിരിക്കുന്നത്. വേണ്ട 5th ഗിയറിൽ 75, 80 എഫേർട്ട്ലെസ്ലി ആണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. 4500 RPM നമുക്ക് 75, അതാണ് 70 to 90 വണ്ടി എൻജോയ് ചെയ്ത് പോകണം. ഇതിനെക്കാട്ടി കുറച്ചും കൂടി സ്പീഡ് കയറുമ്പോഴേക്ക് ഇതിൻ്റെ ടാങ്കിലൊരു വൈബ്രേഷൻ, അങ്ങനെ ബാറൻസിലൊരു വൈബ്രേഷൻ, കുട്ടി വൈബ്രേഷൻ ആയിട്ട്, അല്ലാതെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് വൈബ്രേഷൻ ഒന്നുമില്ല. എന്ത് സ്മൂത്ത് വണ്ടിയാണ്. ഇതിൻ്റെ എൻജിൻ കണ്ട് അറിയണം കൂടി ഇല്ല ഓണായിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടർ മോഡൽ, ആ സൈലൻറ്റ് സ്റ്റാർട്ടർ മത്താപ്പ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിനും ഒച്ചയില്ല. അതുകൊണ്ട് വളരെ ഈസായിട്ട് ഇതൊരു ക്രൂസർ, നിയോ റെട്രോ സ്ക്രാംബ്ലർ മോട്ടോർ സൈക്കിൾ മിക്സ്ഡ് വിത്ത് ക്രൂസർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ എൻ്റെ വീൽ ബേസ് ക്രൂസർ പോലെ അത്ര ലോങ് വീൽ ബേസ് ഉള്ള വണ്ടിയൊന്നുമല്ല, അത്ര ലോ സീറ്റ് ആയിട്ടൊന്നും. 795 mm മിക്കതും ഫ്ലാറ്റ് ഫുട്ടി, അല്ലാണ്ട് ക്രൂസർ അല്ല. എൻ്റെ സസ്പെൻഷൻ ഓൺ ദ സോഫ്റ്റ് സൈഡാ. എന്ത് കാറ്റഗറി വണ്ടിയാന്ന് വെച്ചാൽ ഒരു മോട്ടോർ സൈക്കിൾ, കംഫർട്ടബിൾ മോട്ടോർ സൈക്കിൾ ദാറ്റ് ലുക്സ് റെട്രോ വിത്ത് സോഫ്റ്റ് സസ്പെൻഷൻ. അധികം ട്രാവലൊന്നും ഇല്ലാത്ത സസ്പെൻഷൻ, പക്ഷെ എന്നാലും സോഫ്റ്റ് സൈഡാണ് കേട്ടോ. അപ്പ് സൈഡ് ആ ഫോർക്കും ഇതിങ്ങനെ ഓടിച്ചെടുക്കാം. എന്താ സിറ്റീസ് ആണെങ്കിലും നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ റോഡിന് ഓടിക്കാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. ബ്രേക്സും കൊള്ളാം. ഫ്രണ്ടിൽ 300 mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ഡുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ട് ബ്രേക്ക് കയറി പിടിച്ചാലും റിയർ ബ്രേക്ക് കയറി പിടിച്ചാലും പേടിയില്ല. ലോക്ക് ചെയ്ത് ഫ്രണ്ട് വീല് റിയർ വീൽ ലോക്ക് ചെയ്യണ പേടിയാണ്, ധൈര്യത്തോടെ കയറി പിടിക്കാം. കൊള്ളാം, ഇത് ഓടിക്കാൻ നല്ല രസമാണ്. സസ്പെൻഷനും കൊള്ളാം. റിയർ ഷോക്ക്, ഫ്രണ്ട് ഫോക്ക് ഭയങ്കര സോഫ്റ്റ് സൈഡിലാണ്. അതെല്ലാം ഇംപെർഫെക്ഷൻസ് നമ്മുടെ കേരള റോഡിലത്തെ ആ കുണ്ടും കുഴിയൊക്കെ എല്ലാം ഇങ്ങനെ വലിച്ചെടുത്തോണ്ടിരിക്കുക. എന്ത് സുഖമാണ്. നമ്മൾ സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതാണ് നമ്മളെ. ഓ കൊള്ളാട്ടോ. ഇതിൻ്റെ സീറ്റും കൊള്ളാം. സീറ്റ് വന്ന സോഫ്റ്റ് സൈഡാണ്, പാഡിങ് കൊടുത്തിട്ടുണ്ട്. ഷോർട്ടർ റൈറ്റ്സ് നമ്മൾ ചെയ്തിട്ട് കുഴപ്പമില്ല. ലോങ് ഒന്ന് പോയി നോക്കണം, കംഫർട്ട് ഉണ്ടോ. സീറ്റിൻ്റെ കാര്യം പറയാം, കുറച്ച് ഓടിച്ചാൽ തന്നെ സീറ്റ് എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നുന്നില്ല. അത്രയും സോഫ്റ്റ് അല്ല കേട്ടോ, കുറച്ചൊന്ന് ഹാർഡ് സൈഡ്. ലോങ് ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി പാഡിങ് ഒക്കെ കൊടുത്താൽ മച്ച് ബെറ്ററാണ്. സസ്പെൻഷൻ കൊള്ളാട്ടാ, ഇത് കൊള്ളാട്ടോ. സ്റ്റഡി ആയിട്ടാണ് വണ്ടി പോകുന്നത്, പെർഫെക്റ്റ്ലി സ്റ്റേബിളും കൂടി. നല്ല ടൂറിങ് ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾക്ക് സിറ്റി യൂസ് ചെയ്യാൻ, ഓഫീസ് യൂസ് ചെയ്യാൻ, വീക്കെൻഡ് ടൂറിങ് പോകാൻ, എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടൊരു വണ്ടി. കൊള്ളാം, യാതൊരു ഹീറ്റിങ്ങും ഇല്ല. ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു സ്ക്വയർ എഞ്ചിനാണ്. 66 mm ബോറ്, 66 mm സ്ട്രോക്കുള്ള ഒരു എഞ്ചിനാണ് കൊടുത്തേക്ക്. ഇതിൻ്റെ സ്ക്വയർ എഞ്ചിൻ എന്ന് പറയും കേട്ടോ. അതിൻ്റെ ബോ സൈസും സ്ട്രോക്ക് ലെങ്ത് സെയിം ആയിക്കഴിഞ്ഞാൽ സ്ക്വയർ എഞ്ചിൻസ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, റിഫൈൻഡ് ആയിരിക്കും, നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും. അത്ര ഹയർ റെവിങ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ മിഡ് റേഞ്ച് നല്ലതായിരിക്കും, ലോ എൻഡ് നല്ലതായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ലോങ് സ്ട്രോക്കിൻ്റെ ഈ ഷോർട്ട് സ്ട്രോക്കിൻ്റെ ഒക്കെ രണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് കിട്ടും കേട്ടോ.
എക്സ്ട്രീം അവരുടെ അഡ്വാൻസ് ടോപ്പ് എൻഡ് അത്രയും പവർ ഉണ്ടാക്കില്ല, ലോ എൻഡ് അത്രയും പവർ ഉണ്ടാക്കില്ല, പക്ഷേ മിഡ് റേഞ്ചിലായിരിക്കും നല്ല സെറ്റപ്പ് കിട്ടും. നമ്മൾ സിറ്റി യൂസ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് ടോർക്ക് ഉണ്ട്, അതാണ് എൻ്റെ ഹൈലൈറ്റ്. അടിപൊളി ടോർക്കാണ്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20 ഹോഴ്സ് പവർ, 19 ന്യൂട്ടൺ ഓഫ് ടോർക്ക്. ഈ 19 ന്യൂട്ടൺ ടോർക്ക് നിങ്ങൾക്ക് 3700 RPM കിട്ടും. 3700 RPM 19 ന്യൂട്ടൺ ടോർക്ക് കിട്ടും. അത്രയും ലോഡാകും തന്നെ ആ ടോർക്ക് കിട്ടുന്നതാണ്. കൊള്ളാട്ടോ. ഡീസൻ്റ് ആക്സലറേഷൻ ഉണ്ട്. 0 to 60 ഒക്കെ ഏകദേശം 4.6 സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്യുന്നത്. കുഴപ്പമില്ല, റെസ്പെക്റ്റബിളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ വീൽ ബേസ് എല്ലാവരും പറയും ഇത് ലോങ് വീൽ ബേസ് വണ്ടിയാണ്, ഇതിൻ്റെ ഹാൻഡ്ലിങ് മോശമാണ്. പക്ഷേ ഇത് 100-350 കാട്ടിയും ഷോർട്ടർ വീൽ ബേസാണ്. അതിൻ്റെ ആക്സൽ ടു ആക്സൽ ലെങ്ത് കുറവാണ്. ഇടയിൽ കൂടി കൊണ്ടുപോകാൻ ഡയറക്ഷൻ മാറ്റാനാണെങ്കിൽ വലിയ ടാസ്ക് ഒന്നും കേട്ടോ. റെഡി ടു ചേഞ്ച് ആണ് വണ്ടി. എൻഗേജിങ് ആയിട്ടുള്ളൊരു റൈഡിങ് പൊസിഷനൊക്കെ കൊടുത്തത്. കംഫർട്ട്. ഞാൻ ഇരിക്കുന്ന നോക്ക്, സോഫയിൽ ഇരിക്കുന്ന സെറ്റപ്പ്, കൈയൊക്കെ നീട്ടി നേരെ അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുക. കൊള്ളാം. വിത്ത് ദാറ്റ് സോഫ്റ്റ് സസ്പെൻഷൻ കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് കുറേ കിലോമീറ്റേഴ്സ് ഇൻ ദ ഡേ ഓടിച്ചുകൊണ്ട് നടക്കുക. ഇൻ സിറ്റി ലിമിറ്റ്സിലാണെങ്കിൽ ഹൈവേസിലാണെങ്കിൽ ഓടിച്ചുകൊണ്ട് പോകാൻ നല്ല. പിന്നെ ഈ കുട്ടി വിൻഷീൽഡ് ഉണ്ടല്ലേ, അത് കുഴപ്പമില്ലാത്തൊരു വിൻ പ്രൊട്ടക്ഷൻ തരുന്നുണ്ടോ. ഹെൽമെറ്റ് ഇവിടം വരെ വിൻ പ്രൊട്ടക്ഷനാണ്. ഹെൽമെറ്റിൻ്റെ മുകളിൽ കൂടി റൂട്ട് ചെയ്യുന്നില്ല. കുറച്ചും കൂടി ടോളർ വെച്ചെങ്കിൽ സെറ്റപ്പ് ആയതിന് കേട്ടോ. പക്ഷെ കൊള്ളാം. ഓ പിന്നെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും കൂടെ ഉണ്ടാവും. ഞാൻ അഗ്രസീവായി ഡൗൺ ഷൂട്ട്, റിയർ വീൽ ലോക്കിംഗ് ഇല്ല, ഹോപ്പിംഗ് ഇല്ല. അത് കൊള്ളാം. ആ നല്ലൊരു മത്താപ്പ. യൂ ടേൺ എടുക്കാൻ ചിലർ പറയാൻ ബുദ്ധിമുട്ടാണെന്ന്. ഒരു സീനും ഇല്ല കേട്ടോ. ഇത് കൊള്ളാട്ടോ വണ്ടി. എവറി ഡേ യൂസ്, കമ്മ്യൂട്ടിങ്, ഓഫീസ് യൂസിന് നിങ്ങൾ മോട്ടോർ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ വിത്ത് ഗുഡ് ഫ്യൂൽ എക്കോണമി, ഡീസൻറ്റ് ഫ്യൂൽ എക്കോണമി കേട്ടോ. മാക്സിമം ഹൈവേയിലൊക്കെ ഓടിച്ച് 40 കിട്ടുള്ളൂ. അത്രയൊക്കെ സെറ്റപ്പ് ഉള്ളൂ. എന്നാലും ഈ വണ്ടി കൊള്ളാട്ടോ ഓടിച്ചുകൊണ്ട് നടക്കാൻ. അതുകൊണ്ട് ഈ 70-75 ബട്ടറി സ്മൂത്താണ്, ഒഴുകിയാണ് പോകുന്നത്. എന്ത് റിഫൈൻമെൻറ്റാണ് വണ്ടി. ഒരു ഇന്ത്യൻ മാനുഫാക്ചർ ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള 200cc എഞ്ചിൻ. ഇത് 225cc ആണ്. ഓയിൽ കൂൾഡ്, എയർ ഓയിൽ കൂൾഡ് എഞ്ചിൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എയർ കൊണ്ടിട്ട് അതിൻ്റെ ഓയിൽ കൂളർ ഉണ്ട്, അതിനെ കൂൾ ചെയ്യിപ്പിച്ച് ഓയിൽ തിരിച്ച് റീസർക്കുലേറ്റ് ചെയ്യണ സെറ്റപ്പാണ്. ബേസിക് മത്താപ്പ, പക്ഷെ ഗുഡാണ്. അതുകൊണ്ട് വേറൊരു ഹീറ്റിംഗ് ഇല്ല. കൊള്ളാം. ഓടിക്കാൻ ഞാൻ 5th ഗിയറിലിട്ട് ഓടിച്ചുകൊണ്ട് പോകണ്ടോ. ബ്രേക്സും കൊള്ളാം. 5th ഗിയർ ഇൻ ട്രാഫിക്, മൂവിങ് ട്രാഫിക് ആണ് ഇട്ടുകൊണ്ട് ഓടിച്ചത്. അധികം ഗിയർ ഷിഫ്റ്റും ചെയ്യേണ്ട. മിക്ക സിറ്റിയിൽ ഓടിക്കുന്നവർ പറയുന്നൊരു കംപ്ലൈൻറ്റാണ്, ഫ്രീക്വൻ്റ് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മടുത്തു പോകുന്നു. അത്രമാത്രം എന്താ പറയുക ഇഷ്ടമല്ല മിക്കവർക്കും. മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത്രമാത്രം റൈഡിങ് മൈൻഡുള്ള ആൾക്കാരല്ലല്ലോ. അവർക്ക് എവറി ഡേ യൂസ് ചെയ്യുമ്പോൾ അത്രമാത്രം ടെൻഷൻ ഒന്നുമില്ലാണ്ട് ക്ലച്ച് അധികം പിടിക്കാണ്ട് എല്ലാ ഗിയറിൽ തന്നെ ഓടിച്ചുകൊണ്ട് പോവാം. ഞാൻ പറഞ്ഞു എൻ്റെ ഗിയർ റേഷ്യോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്രയും മാത്രം ടോൾ റേഷ്യോ, എല്ലാം ഷോർട്ട് ഗിയറിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ലോ മൂവിങ് ട്രാഫിക്കിലാണെങ്കിൽ ഹയ്യർ ഗിയർ ഇട്ടുണ്ട് ലോവർ സ്പീഡ്സിലൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് അത് മാത്രമല്ല, ഇനി GTT എന്ന് പറഞ്ഞ മത്താപ്പും TVS കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല മത്താപ്പാണ്. ഗ്ലൈഡ് ത്രൂ ടെക്നോളജി എന്നാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ക്ലച്ച് ഇൻപുട്ട് കൊടുക്കാണ്ട്, ത്രോട്ടിൽ ഇൻപുട്ട് കൊടുക്കാണ്ട് എല്ലാ ഗിയറിൽ അപ് ടു 3 ഗിയേഴ്സ് വരെയുള്ള കേട്ടോ. ആദ്യത്തെ 3 ഗിയറിൽ ക്ലച്ച് ഇൻപുട്ടും കൊടുക്കേണ്ട, ത്രോട്ടിലും തിരിക്കേണ്ട. ഇതിൽ തന്നെ വണ്ടി കയറ്റി പുള്ളി ചെയ്ത് കൊണ്ടുപോകുന്ന TVS പറയുന്നത്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 4th 5th ഗിയർ ഇല്ലെന്നാ, റോണിലില്ല. ബാക്കി RTR 310 അപ് ടു 6th ഗിയർ വരെ GTT അവൈലബിളാണ്. ഇതിനത് കൊടുത്തില്ല. കണ്ട GTT ഇപ്പോഴാണ് 3rd ഗിയറിൽ 15 km/h ക്ലച്ച് ഇൻപുട്ടോ ആക്സിലേറ്റർ ഇൻപുട്ടോ കൊടുക്കാണ്ട് കയറ്റം കയറണം. കണ്ടില്ലേ, അതാണ് GTT. അവിടുന്ന് കൈ കൊടുത്താൽ അവിടുന്ന് പുള്ളി ചെയ്തെടുക്കും. മത്താപ്പ് എങ്ങനെയുണ്ട്. അല്ല TVS ഇങ്ങനെ കുറേ മത്താപ്പ് കൊടുക്കും കേട്ടോ. ഇതൊക്കെ യൂസ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാഫിക്കിൽ, ഹെവി ട്രാഫിക്കിൽ നമുക്ക് ലേസി ആയിട്ട് അധികം ഗിയർ ചേഞ്ച് ചെയ്യാണ്ട് ഓടിച്ചുകൊണ്ട് പോകാം. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതില്ലാത്തൊരു മോട്ടോർ സൈക്കിൾ, ആ ലോ RPM അസിസ്റ്റ് എന്നാണ് ശരിക്കും എൻ്റെ പേര്. അത് സുസുക്കിയിലൊക്കെ ഉണ്ട്, ഹൈ എൻഡ് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചൊരു ബിഗ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾസിലൊക്കെ അങ്ങനത്തെ അവരെടുത്ത് പറയാൻ ലോ RPM അസിസ്റ്റ് എന്നാണ് പറയുന്നത്. TVS അതിനോട് മത്താപ്പ് പേരിടും. ഗ്ലൈഡ് ത്രൂ ടെക്നോളജി ഉള്ള GTT കിടക്കട്ടെ, ഒരു വഴിക്കോണല്ലേ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടാ. എവറി ഡേ യൂസിന് അടിപൊളി സെറ്റപ്പാണ്. ഇത്ര നേരം നമ്മൾ ഓടിച്ചിട്ടും ഇതിൻ്റെ ഡിസ്റ്റൻസ് ടു MT കാണിക്കുന്നേ ഇല്ല. കഴിഞ്ഞ് അത്രയും ലോ ഫ്യൂയില്ല നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ റോഡിൽ എവിടെയോ കിടക്കും. കുറച്ചൊരു പെട്രോൾ അടിക്കാം, ഒന്ന് മണപ്പിച്ചിട്ട് വരാം. അധികമൊന്നും കൊടുക്കണ്ട. ഇത് എഫിഷ്യൻസി ടെസ്റ്റും കൂടിയാണ് നമ്മൾ ഇതിൽ കൂടി കാണിക്കുന്നത്. എത്ര കിലോമീറ്റർ ഓടും, എന്താണ് സെറ്റപ്പ് എന്ന് അറിയട്ടെ.
ബ്രാൻഡ് ന്യൂ മോട്ടോർ സൈക്കിൾ ഇറക്കിയതാണ്, 0 കിലോമീറ്റേഴ്സ് ഉള്ള വണ്ടി ഇറക്കിയതാണ്. അപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ട് വന്നു. നമ്മൾ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു പറഞ്ഞാൽ എല്ലാവരും ചോദിച്ചോണ്ടിരിക്കില്ലേ റോണിൻ്റെ റിവ്യൂ. നമ്മൾ പഴയ റോണിൻ്റെ റിവ്യൂ ചെയ്തില്ല. ഭയങ്കര ശാന്തനായിട്ടുള്ള വണ്ടിയാട്ടോ, അക്രമം കാണിക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് സ്വീറ്റ് സ്മൂത്ത് എൻജിനാണ്. ഇതിൽ അക്രമം കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ മനസ്സ് വരില്ല. അത്രയ്ക്ക് സ്വീറ്റ് ആയിട്ടുള്ള, ഇത് എൻജോയ് ചെയ്ത് ഓടിക്കേണ്ട മോട്ടോർ സൈക്കിളാണ്. ആ സസ്പെൻഷൻ ആണെങ്കിൽ സ്മൂത്ത്, ഗിയർ ബോക്സ് ആണെങ്കിൽ സ്മൂത്ത്, ക്ലച്ചും സ്മൂത്ത്, ത്രോട്ടിൽ ഇൻപുട്ട് കൊടുക്കുന്ന ആ ആക്സിലേറ്റ് വരെ ഭയങ്കര സ്മൂത്താണ്. ഒരു ട്രാഫിക് ടെസ്റ്റും കൂടി ചെയ്യാം. ഇപ്പോൾ പീക്ക് അവർ ട്രാഫിക് കേട്ടോ. ഇതിൽ കണ്ട ഞാൻ 4th ഗിയർ ഇട്ടാണ് പോകുന്നത്. കൈ കൊടുത്താൽ അവിടെ നിന്ന് പുള്ളിയും. കൊള്ളാട്ടോ. 2 റൈഡിങ് മോഡുണ്ട്, റെയിനും ഉണ്ട്, എർബനും ഉണ്ട് കേട്ടോ. കൊള്ളാം. ഓൺ ദ ഗോയിൽ റെയിൻ മോഡിലോട്ടാക്കി. റെയിൻ മോഡിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? റെയിൻ മോഡിൽ കുറച്ച് പവർ കൂടുതൽ പോലെ തോന്നുന്നുണ്ടല്ലേ. കണ്ട ത്രൂ ഔട്ട് ഞാൻ 5th ഗിയറിലാണ് പോകുന്നത്. അപ്പം നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും. അങ്ങനെയായിട്ട് ഇതിന് സിറ്റിയിൽ നല്ല ഫ്യൂൽ എക്കോണമി കിട്ടുന്നത്. ഹൈവേയിൽ ഒരു 70 to 90 ഓടിച്ചുകൊണ്ട് നടക്കാം. എനിത്തിങ് മോർ ദാൻ ദാറ്റ് 100 kmph 110 ഓടിച്ചാൽ ഭയങ്കര സ്ട്രെയിനാണ്. അത് ഷോർട്ട് ഗിയറിങ്ങിൻ്റെ പ്രശ്നം കേട്ടോ. അത് മാറ്റാനും പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാറ്റിയിട്ട് NS 200 ഇടാൻ പറ്റും. ഇതിപ്പോൾ കറൻറ്റ്ലി എന്തോ 13 3 സ്പ്രോക്കറ്റാണ് ഫ്രണ്ട് വരുന്നത്. അത് മാറ്റി NS ഇട്ടാൽ കുറച്ചും കൂടി ടോപ്പ് എൻഡ് ഇട്ടു കേട്ടോ. കുറച്ചും കൂടി ഹയർ സ്പീഡിൽ കുറച്ചും കൂടി വണ്ടി സ്മൂത്തറായിട്ട് റൺ ചെയ്യും. നല്ല വണ്ടിയായിട്ട് ഇത് അതേ ആക്കാൻ അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. മേ ബി ഇതിൻ്റെ ലുക്സ് ഉണ്ടായിരിക്കാം. പക്ഷേ ഡു ഗിവ് ഇറ്റ് എ ടെസ്റ്റ് റൈഡ്. ഇതൊന്ന് ഓടിച്ച് നോക്കിയാലേ മനസ്സിൽ ഇതൊന്ന് റൈഡ് ചെയ്ത് നോക്കാം. ഈ ട്രാഫിക് പീക്ക് അവർ ട്രാഫിക്കിൽ ഓടിച്ചു പോയാൽ എന്ത് കംഫർട്ടബിൾ ആയിട്ട് വേണം ഇത് ഓടിച്ച്. അതാണ് എന്നോട് TV ഷോറൂം പറയും, ഈ വണ്ടി ഒരിക്കലും ഒരാൾ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. അതാ ഓടിക്കാണ്ട് ഈ വണ്ടിയെ ജഡ്ജ് ചെയ്ത് കേട്ടോ. ഡെഫിനറ്റ്ലി ഇതിൻ്റെ സ്മൂത്ത്നെസ് നോക്കണം. ഓൾമോസ്റ്റ് ജാപ്പനീസ് ലെവൽ ഓഫ് സ്മൂത്ത്നെസ്സാണ് കൊടുത്തത്. ഇതിൻ്റെ ഗിയർ ബോക്സ് ആണെങ്കിലും ഇതിൻ്റെ എൻജിൻ റിഫൈൻമെൻറ്റ് ലെവൽസ് ആണെങ്കിലും എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. കൊള്ളാം. ഐ എം ഇംപ്രസ്ഡ്. ഡു ഗിവ് ഇറ്റ് എ ടെസ്റ്റ് റൈഡ്. നിങ്ങൾ എന്തായാലും പോയിട്ടൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. ഞാൻ ഓൾറെഡി എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ് ചെയ്തൊരു മോട്ടോർ സൈക്കിളാണ് ഈ റോണി. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ എഞ്ചിൻ കോമ്പൗണ്ട് സെയിം, കുറച്ച് ഡിഫറൻസ്. സീറ്റ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ലോങ് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഈ സീറ്റ് ഓൺ ദ ഹാർഡർ സൈഡ്. എന്താ സെറ്റപ്പ്, ഈ സീറ്റിൻ്റെ ഡിസൈനാണോ ചെറിയൊരു പ്രഷർ പോയിന്റ് പോലെ ഫീൽ ചെയ്തിട്ടോ. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഡിസ്റ്റൻസ് ഞാൻ ഓടിച്ചിട്ട് കറക്റ്റ് ഫീഡ്ബാക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചെയിൻ കവറൊക്കെ മാറ്റിയിട്ട് എല്ലാ സാധനവും മാറി മച്ച് ബെറ്റർ. മാത്രമല്ല നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 180 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൊക്കെ ഓടിക്കാനാണെങ്കിലും അടി തട്ടണ പേടിയേ വേണ്ട. മാത്രമല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തത്. കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ട്രാഫിക്കിൽ ഓടിച്ചുകൊണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ പറയും ഷോർട്ടർ ഗിയറിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 5th ഗിയർ 4th ഗിയറിലിട്ട് നിങ്ങൾക്ക് സിറ്റിയിൽ ഓടിക്കാം. പിന്നെ ആ GTT അപ് ടു 3rd ഗിയർ വരെ അവൈലബിൾ. 3rd or 4th കറക്റ്റ് കയറില്ല, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഞാൻ ഓടിച്ച് നോക്കിയാൽ ടെസ്റ്റ് ചെയ്തൊക്കെ 4th 5th GTT വർക്ക് ചെയ്യണ പോലെ ഇടിച്ച് നിൽക്കുന്നൊന്നുമില്ല. ഞാൻ അപ് ടു 3rd ഗിയർ വരെയാണെന്ന് എൻ്റെ ഓർമ്മയിൽ കേട്ടോ. ഞാൻ ഒന്ന് പ്രോപ്പർലി ചെക്ക് ചെയ്ത് TV സൈഡ് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അതെന്താ ഞാൻ പറയും, ഇതൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ ഷോർട്ടർ ഗിയർ, ഈ സ്ക്വയർ എൻജിൻ, അതേപോലെ ഈ GTT ഫംഗ്ഷൻ എല്ലാം കൂടി കമ്പയർ ചെയ്യുക. സൂപ്പർ ലൈക്ക് ക്ലച്ചൊക്കെ വെച്ച് ഇതൊരു അടിപൊളി എർബൻ മോട്ടോർ സൈക്കിൾ. സിറ്റിയിൽ ഓടിക്കാനാണ്, എവറി ഡേ യൂസ് ചെയ്യാനും, വിത്ത് പില്യൺ ട്രാവൽ ചെയ്യാനും അടിപൊളി മോട്ടോർ സൈക്കിളാണ്. 70 to 90 km/h നിങ്ങളുടെ സ്പീഡ് റിക്വയർമെൻറ്റ്. ആ സ്പീഡിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അടിപൊളി മോട്ടോർ സൈക്കിൾ. നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും. ഏകദേശം 40 km/l ഫ്യൂൽ എക്കോണമി കിട്ടും. സിറ്റിയിൽ വരെ ഏകദേശം 33 km/l കിട്ടും കേട്ടോ. കാരണം ഇത് ഷോർട്ടർ ഗിയറിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് സിറ്റിയിൽ ഹയർ ഗിയേഴ്സ് അറ്റ് ലോവർ RPM ഓടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫ്യൂൽ എക്കോണമി കിട്ടുള്ളൂ. പക്ഷേ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൂറിങ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് പ്രശ്നം. ഷോർട്ടർ ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ സ്ട്രെയിൻഡ് ആയിട്ട് ഫീൽ ചെയ്യും, കുറച്ച് വൈബ്രേഷനൊക്കെ കിട്ടും. അബവ് 90, 95, 100 ഒക്കെ പിടിച്ച് കൺസിസ്റ്റൻ്റ്ലി കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കുറച്ച് റെസിസ്റ്റൻസ് പോലെ, അങ്ങനെ കുറച്ച് അഗ്രസീവ്, കുറച്ച് ഹാർഷ്നെസ് ഓഫ് ദ എഞ്ചിൻ ഫീൽ ചെയ്യും. അപ്പോഴാണ് വൈബ്രേഷൻ വരുന്നത്. ഈ എഞ്ചിൻ അത്രമാത്രം ഹൈ റവിങ് എഞ്ചിനല്ല. പിന്നെ നിങ്ങൾ ഹൈ സ്പീഡ് ടൂറിംഗ് ഉണ്ടെങ്കിൽ, ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാറ്റാൻ പറ്റും. ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇപ്പോൾ 13 teeth സ്പ്രോക്കറ്റ് റോഡിൻ്റെ സ്റ്റോക്ക് വരുന്നത്. അത് മാറ്റി NS 200 14 teeth സ്പ്രോക്കറ്റ്, ആ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഡയറക്റ്റ് മാറ്റിയിടാൻ പറ്റുന്നുണ്ടോ. അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ചെറിയ എന്തോ മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹയർ സ്പീഡ്സിൽ ഈസി ക്രൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ 90, 95 ക്രൂസ് ചെയ്യാൻ മച്ച് മോർ റിലാക്സ്ഡ് ആയിരിക്കും ചെയ്യും. പക്ഷേ ഈ ആക്സലേഷൻ നഷ്ടപ്പെടും. ഇപ്പോൾ 0 to 60 4.6 seconds അത് കുറച്ചൊന്നും കുറയും. പക്ഷേ മച്ച് മോർ റിലാക്സ്ഡ് ആയിട്ട് കുറച്ചുകൂടി ബെറ്റർ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. അതാണ് ഒരു സാക്രിഫൈസ്. നമുക്ക് രണ്ടും കിട്ടില്ല, ഏതെങ്കിലും ഒന്ന്. നിങ്ങൾക്ക് സിറ്റിയിലാണെങ്കിൽ ഈ സെറ്റപ്പ് അടിപൊളിയാണ്. ടൂറിംഗ് പോകണമെങ്കിൽ ആ സ്പ്രോക്കറ്റ് NS 200 സ്പ്രോക്കറ്റ്
സോക്കറ്റ് എടുത്ത് ഫ്രണ്ടിലിട്ട് ആ പ്രശ്നം സോർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ എഞ്ചിൻ, അത്ര റിഫൈൻഡ് ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് വൺ ഓഫ് ദ മോസ്റ്റ് സ്മൂത്തസ്റ്റ് എഞ്ചിൻ, സ്മൂത്തസ്റ്റ് ഗിയർ ബോക്സ്, ലൈറ്റസ്റ്റ് ക്ലച്ച്. ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്ത് സിൽക്കി സ്മൂത്തായിട്ടാണ്. ഈ വണ്ടി എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ പോയി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. എന്നാലും നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ സ്മൂത്ത്നെസ്, എല്ലാ കാര്യം. ഇതിൻ്റെ ഫോർക്കാണെങ്കിൽ സോഫ്റ്റ് സൈഡ്, പക്ഷേ അതിൻ്റെ വർക്കിംഗ് ആക്ഷൻ, ആ ഷോവയുടെ ഫോർക്കിൻ്റെ വർക്കിംഗ് ആക്ഷൻ, ആ റിയർ ഷോക്കിൻ്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്ത് നോക്കിയാൽ ഭയങ്കര എല്ലാം സ്മൂത്ത്. ഓവറോൾ ഈ മോട്ടോർ സൈക്കിളിന് ഞാൻ പറയാനുള്ള ഒരു സ്മൂത്ത് മോട്ടോർ സൈക്കിളാണ്. അതാണ് എവറിത്തിങ് അബൌട്ട് ദ ക്ലച്ച്, അബൌട്ട് ദ ബ്രേക്സ് പിടിക്കുവാണെങ്കിൽ ഭയങ്കര പ്രോഗ്രസീവ്, ആ ഫ്രണ്ട് ആൻഡ് ഡൈവ് സ്മൂത്തായിട്ട് ഇറങ്ങുന്നത് എല്ലാം കൂടി. അപ്പോൾ ഭയങ്കര എന്താ പറയുക, നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന മോട്ടോർ സൈക്കിൾ. ഡേ ടു ഡേ അത്ര അഗ്രസീവ് ഒന്നുമല്ല, എല്ലാം കോമായിട്ട്. ആൻഡ് ദ സ്മൂത്ത് നേച്ചർ ഓഫ് ദ റോഡിങ്, എവറി ഡേ യൂസ് കമ്മ്യൂട്ടിംഗ് ആണ്. ഈവൻ ഫോർ ടൂറിങ് ആ സ്പ്രോക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന മോട്ടോർ സൈക്കിൾ വിത്ത് എ പില്യൻ. ഈ സീറ്റ് ഇമ്പ്രൂവ് ചെയ്ത് ഗ്രാബ് റെയിൽ മാറ്റി സാധനങ്ങൾ വേണ്ടി കെട്ടി വെച്ചുകൊണ്ടും പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആയിട്ട് കൊടുത്തത്. ടയർ ഹഗ്ഗറും വെച്ചിട്ട് ചെളി തെറിക്കാണ്ടിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മഴക്കാലം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടയർ ഹഗ്ഗർ റിമൂവ് ചെയ്ത് മാറ്റി, ആ സാരി കാർഡൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഇല്ലീഗലാണ്, പക്ഷേ എന്നാലും ഇറ്റ് ലുക്സ് ഗുഡ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മോഡിഫൈ ചെയ്തെടുത്ത് സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. സെറ്റപ്പ് ഉള്ളൂ ഓവറോൾ ഇറ്റ്സ് പ്രെറ്റി ഗുഡ് കേട്ടോ. ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും റോണിങ് ഓടിക്കുന്നത് ഡെഫിനറ്റ്ലി എന്താ പറയുക, സന്തോഷമുണ്ട് ആ വണ്ടി ഓടിച്ചിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഡെഫിനറ്റ്ലി നിങ്ങൾ ടെസ്റ്റ് ചെയ്തൊക്കെ. ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് സിംഗിൾ ചാനൽ ABS, അതിന് ഏകദേശം 1.35 lakhs സ്റ്റാർട്ട് ചെയ്ത് ഈ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ് കേട്ടോ. അതിനാണ് ഈ വിൻഷീൽഡ് കിട്ടുന്ന, ഈ USB ചാർജർ കിട്ടുന്ന, അഡ്ജസ്റ്റബിൾ ലെവേഴ്സ് കിട്ടുന്ന, അങ്ങനെ തന്നെ മത്താപ്പൊക്കെ കിട്ടുന്നത് കേട്ടോ. സോ ആ മോഡലിന് ഏകദേശം 1.75 lakhs ആണ്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത്, എവിടെ ബുക്ക് ചെയ്യാൻ പറ്റും, എവിടെ ടെസ്റ്റ് ഡ്രൈവ് കിട്ടും, അതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടോ. കൊച്ചിൻ TVS നമ്മൾ ഈ മോട്ടോർ സൈക്കിൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് വേണമെങ്കിൽ വണ്ടി എടുക്കാൻ പ്ലാൻ വൺ ഓഫ് ദ ബെസ്റ്റ് TVS സർവീസ് സെൻറ്റേഴ്സ് ഇൻ കേരള, കൊച്ചിൻ TVS. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ട് കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ട് നമ്മൾ മോട്ടോർ സൈക്കിൾ വീണ്ടും എടുത്ത് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ റോണിങ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഇങ്ങനത്തെ മോട്ടോർ സൈക്കിൾസ് നമ്മൾ പൊതുവേ എടുക്കാറില്ല. ഞാൻ പറയാം, എനിക്ക് കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള, കുറച്ചുകൂടി അക്രമം കാണിക്കാൻ വേണ്ടിയാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം. എനിക്ക് നേച്ചറാണ്. പക്ഷേ ഇത് ഓടിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു ചാഞ്ചാട്ടെ, ഇത്ര ശാന്തമായി ഓടിക്കുമ്പോൾ എന്ത് സുഖമാണ്. അത് മനസ്സിലാക്കി തന്നൊരു വെഹിക്കിളാണ്. വിച്ച് മോട്ടോർ സൈക്കിൾ ഷുഡ് ബി ടെസ്റ്റ് നെക്സ്റ്റ്, എന്ത് വണ്ടി അടുത്ത് നമ്മൾ റിവ്യൂ ചെയ്യണം. ഡു ലെറ്റ് മി നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഡൗൺ ബിലോ. പിന്നെ ഈ മോട്ടോർ സൈക്കിളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.